അന്ന് ഞങ്ങൾ ചേഞ്ചിന്റെ പൂജയ്ക്ക് വന്ന സമയത്ത് രജിത് സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് പുള്ളി എന്താ പറയുക, ഇയാൾ ചാടി പോകും, നീ ഇവിടെ, അതൊക്കെ പുള്ളീൻ്റെ മിഥ്യധാരണയാണ്. ഞാൻ ആ സമയത്ത് അവിടെ സംസാരിക്കാതിരുന്നത് ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം പുള്ളി ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് കുറേ കണ്ടില്ലേ, ഇവരെ കൂടെ ഒക്കെ അഭിനയിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും കണ്ടില്ലേ. അപ്പം അതൊക്കെ ഓരോരുത്തർ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഏത് ഭാഷ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി അന്ന് അവിടെ സംസാരിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. നമ്മൾ കൊണ്ടുവന്നൊരു ആക്ട്രസ്സാണ്, അവിടെ നന്നായി വരണം നമുക്ക് ആഗ്രഹം. പിന്നെ പുള്ളി സജീവമായിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു ആരോപണം ഒരാളെ പറ്റി ഉന്നയിക്കുമ്പോൾ തമാശയ്ക്കാണെങ്കിലും എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. പക്ഷെ പുള്ളിയോട് ബഹുമാനത്തോടു കൂടി പറയാണ്, എന്താ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓരോന്നിലേക്ക് പോകുന്നത്. ഇപ്പൊ രേണുവിന്റെ കൂടെ നമ്മളെ ദയാവാദത്തിന്റെ പ്രൊമോഷൻ സമയത്ത് പുള്ളി കാറിൽ വന്നിരുന്നു, ഇവിടെ ഇരുന്നു. അപ്പൊ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഓൺലൈൻ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം പുള്ളിക്ക് താല്പര്യമില്ല. പക്ഷെ ആരും വിളിക്കുന്നില്ല. അതായിരിക്കും ഞാൻ ഊഹിക്കുന്നു കേട്ടോ. നമ്മളെ സമയത്ത് നമുക്ക് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നില്ല, സിറ്റുവേഷനാണ്. മനസ്സിലായില്ല. അപ്പം ആ ഒരു പരാമർശം നടത്തിയ ആൾ തന്നെയാണോ പിന്നെ അങ്ങോട്ടേക്ക് ചേഞ്ച് ആയി മാറിയെന്ന് എനിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാം.